വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹനില. അപ്പോൾ ഞാൻ ഇന്ന് ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് വന്നത്, അതായത് യൂട്യൂബിൽ എനിക്ക് ആദ്യമായിട്ടൊരു പ്രൊപ്പോസൽ വന്നു. സാധാരണ എനിക്ക് വഴിയിലൂടെ പോകുമ്പോൾ കിട്ടും, ഫേസ്ബുക്കിൽ ഓപ്പൺ ചെയ്ത അപ്പം എനിക്ക് പ്രൊപ്പോസലാണ്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ പറയാമെന്ന് വെച്ചിട്ടാണ്. അതായത് സത്യം പറഞ്ഞ ആദ്യം ഒരു ഡയറക്റ്റ് പ്രണയം ഉണ്ടായിരുന്നു, അതിന്റെ കഥയാണ് ഇപ്പൊ ഫിനിഷ് ചെയ്തത്. രണ്ടാമത് ഒരു ഓൺലൈൻ പ്രണയമായിരുന്നു, മൂന്നാമതും ഒരു ഓൺലൈൻ പ്രണയമായിരുന്നു. പക്ഷെ രണ്ടുപേരെയും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. മൂന്നാമത്തെ ആളെ ഞാൻ അവസാനം പോലീസ് സ്റ്റേഷനിൽ കേസൊക്കെ കൊടുത്തിട്ടാണ് കണ്ടത്. നാലാമത്തെ പ്രണയം ഓൺലൈൻ ആയിരുന്നു, പക്ഷെ ഡയറക്റ്റും ആയിരുന്നു. ഓൺലൈനിലൂടെ പരിചയപ്പെട്ട് ഡയറക്റ്റ് മീറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ പ്രൊപ്പോസൽസ് വരുമ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്ത് അവസാനം നമ്മൾ ഒരാളിൽ വീണ് പോകും. അങ്ങനെ ഞാനൊരു ആദ്യത്തെ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിരുന്നു. രണ്ടാമത്തെ ഇങ്ങനെ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് അയാളുമായിട്ട് പ്രണയമായത്, അതൊരു തട്ടിപ്പായിരുന്നു. മൂന്നാമത്തെ ഇതുപോലെ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച് ഞാനിങ്ങനെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പറ്റിക്കപ്പെട്ടതാണെന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ അവരെ പോലെയൊന്നും അല്ല എന്നുള്ള രീതിയിൽ ഫേസ്ബുക്കിൽ നമ്മൾ സംസാരിച്ച് എനിക്ക് സിമ്പതിയാണ്, ഞാൻ അങ്ങനെ വീണുപോയി. മൂന്നാമത്തെ പ്രണയം. നാലാമത്തെയും ഇതുപോലെ ഓൺലൈനിലായിരുന്നു, സംസാരിച്ച് വീണു, ചതിക്കുഴികളിൽ പെട്ടു. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഓൺലൈൻ പ്രണയത്തിനോട് താല്പര്യമില്ല. ഒന്നാമത് ഡയറക്റ്റ് പ്രണയമാണെങ്കിലും താല്പര്യമില്ല. രണ്ടും അനുഭവത്തിലൂടെ മനസ്സിലായി. അതായത് ഒരു തവണ നമ്മൾ ചുടുവെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒരു പച്ചവെള്ളം കണ്ടാൽ കൂടെ പേടിയാണ് എന്നതുപോലെ ചുടുവെള്ളം പച്ചവെള്ളം ഇപ്പൊ ഏതാളെ കണ്ടാലും എനിക്ക് പേടിയാണ്. അതായത് ഒരു പ്രൊപ്പോസൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കവ പേടിയാണ്, കാരണം എനിക്ക് ഇനി പരീക്ഷണത്തിന് തയ്യാറല്ല. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഇപ്പൊ യൂട്യൂബിൽ നിന്ന് ഒരാൾ കമന്റ് ചെയ്ത് പേഴ്സണലി എൻ്റെ അടുത്ത് നമ്പർ കണ്ടുപിടിച്ച് സംസാരിച്ചു. ഇപ്പൊ യൂട്യൂബിൽ നിന്ന് ഒരാളുടെ നമ്പർ എടുത്തിട്ട് എനിക്ക് ഹായ് എന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ പറയണം യൂട്യൂബിൽ നിന്ന് ഞാൻ കണ്ടിട്ട് മെസ്സേജ് അയക്കുകയാണെന്നോ അല്ലെങ്കിൽ എന്താ ആവശ്യം എന്ന് പറയണം. അപ്പൊ ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അതായത് യൂട്യൂബിൽ നിന്ന് ആ മെസ്സേജ് ആരാന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ യൂട്യൂബിൽ നിന്ന് മെസ്സേജ്, യൂട്യൂബ് വീഡിയോ കണ്ട് അതിൽ നിന്ന് നമ്പർ കിട്ടിയിട്ട് മെസ്സേജ് അയച്ചു. അപ്പൊ നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് എനിക്ക് മെസ്സേജ് അയക്കണം എന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾ ഏതൊരു വ്യക്തിയാണെങ്കിലും അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാൻ യൂട്യൂബിൽ കമന്റിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ ഇത് അത്രയും ഒബ്സർവ് ചെയ്യണോണ്ടാണ് അവർ ആ നമ്പർ കണ്ടുപിടിച്ച് മെസ്സേജ് അയക്കുന്നത്. മെസ്സേജ് അയക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് അറിയാം, കാരണം ഞാൻ ട്രാൻസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ നമ്പർ ഒരാൾക്ക് കൊടുത്തത്. അപ്പൊ നിങ്ങൾ ട്രാൻസ് ആണെങ്കിൽ ട്രാൻസ്, മെയിൽ ആണെങ്കിൽ മെയിലാന്ന് പറയണം. അപ്പൊ അതൊരു എന്താവശ്യം ചിലപ്പോൾ ട്രാൻസ് ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മെസ്സേജ് അയക്കുക. അപ്പൊ നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള ആവശ്യം എന്താണെന്ന് മെസ്സേജ് അയക്കണം. പിന്നെ പ്രൊപ്പോസൽ ചെയ്യുന്നവരോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, ചെയ്താലും എനിക്ക് താല്പര്യമില്ല എന്നാണത്. അപ്പൊ അതിന്റെ റീസൺ ഞാൻ പറയാം. ഇപ്പൊ റീസെന്റ് ചാറ്റ് ചെയ്ത ഒരാളെ യൂട്യൂബിൽ നിന്ന് എനിക്ക് പ്രൊപ്പോസൽ ചെയ്തിട്ടുള്ളൂ. എന്നെക്കാളും മുതിർന്ന ആളെന്ന് വിചാരിച്ചു, എന്നെക്കാളും ഇളയതാണ്. അപ്പൊ എനിക്ക് ഒന്നാമത് എന്നെക്കാളും ചെറിയ കുട്ടികളെ ഇഷ്ടമല്ല. ഒന്നാമത് ഇന്നത്തെ കാലത്ത് അതൊന്നും പ്രശ്നമല്ല. രണ്ടാമതെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് 4 തവണ ഞാൻ പെട്ടു. ഇനി ഒരു കുഴിയിൽ വീഴാനായിട്ട് എനിക്ക് താല്പര്യമില്ല. സിംഗിൾ ലൈഫ് ബെറ്റർ ദാൻ റിലേഷൻഷിപ്പ്, അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഡിസിഷൻ. ഫ്യൂച്ചറിൽ എന്താണെന്ന് അറിയില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിച്ചപ്പോ ഇയാള് പറയുന്നത് പെൺപിള്ളാരോട് താല്പര്യമില്ല, ട്രാൻസിനോടാണ് താല്പര്യം എന്നാണ് പറയുന്നത്. അപ്പൊ പ്രണയം എന്താണെന്ന് ഞാൻ വ്യക്തമാക്കി തരാം. അതായത് ഇപ്പൊ ഞാൻ കമ്മിറ്റഡ് ആണെങ്കിൽ അദ്ദേഹത്തിന് എന്നോട് താല്പര്യം ഉണ്ടാവില്ല, വേറൊരു ട്രാൻസിനോടാണ് താല്പര്യം. അതായത് ഇപ്പൊ ഒരു ആണിന് സാധാരണ ഒരു പെണ്ണിനോടായിരിക്കും താല്പര്യം തോന്നുക. അപ്പോ എല്ലാ പെൺപിള്ളാരും കമ്മിറ്റഡ് ആണ്. അപ്പോ ബാലൻസ് ഉള്ള ഒരു പെണ്ണ് ഫ്രീ ആണെങ്കിൽ അവരോട് താല്പര്യം തോന്നുന്നത് ഒരു പ്രണയമല്ല. അപ്പൊ നിങ്ങൾക്ക് ട്രാൻസിനോടാണ് താല്പര്യം, അല്ലാതെ എന്നോടല്ല താല്പര്യം. അതായത് ഒരു ട്രാൻസിനോട് താല്പര്യം. ഇപ്പൊ എല്ലാ ട്രാൻസും കമ്മിറ്റഡ് ആണ്. നിങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടാൽ പോലും കാണാത്ത ട്രാൻസ് ആയിരിക്കും സിംഗിൾ ആയിട്ട് കിട്ടുന്നത്. അപ്പോ അങ്ങനെ ഒരാളെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ട്രാൻസിനോടുള്ള ഒരു അട്രാക്ഷൻ ആണ്, അതല്ലാതെ എന്നോടുള്ള അട്രാക്ഷൻ അല്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഇപ്പൊ നിങ്ങളെ പ്രപ്പോസൽ ചെയ്ത വ്യക്തിയോട് ഞാൻ പറഞ്ഞ വീഡിയോ ആയിട്ട് ചെയ്യാറ്. അപ്പൊ നിങ്ങൾ ഒരു ട്രാൻസിനോടാണ് നിങ്ങൾക്ക് താല്പര്യം, അല്ലാതെ എന്നോടല്ല. അത് നിങ്ങളുടെ തോന്നലാണ്. അതായത് നിങ്ങൾക്ക് ട്രാൻസിനോടാണ് താല്പര്യം ആയതുകൊണ്ട് നിങ്ങൾ ഏത് ട്രാൻസിന് കിട്ടിയാലും പ്രൊപ്പോസൽ ചെയ്യും. കാരണം വേറെ ആരും ഫ്രീ ആയിട്ടില്ല, എല്ലാവരും കമ്മിറ്റഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് എന്നോടുള്ള ഒരു പ്രൊപ്പോസൽ അല്ലെങ്കിൽ എന്നോടുള്ള പ്രണയം. അത് പ്രണയം അല്ല, അതായത് ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസിനോടുള്ള ഒരു ഫീലിങ്സ് ആണ്.
ഇപ്പോ ആൺപിള്ളേർക്ക് പെണ്ണിനോട് താല്പര്യം, പെണ്ണിന് ആണോട് താല്പര്യം, ചിലവർക്ക് ട്രാൻസിനോടെ താല്പര്യം കാണുള്ളൂ. അതായത് പെണ്ണിന് വിവാഹം കഴിക്കാൻ താല്പര്യം കാണില്ല. അപ്പൊ അങ്ങനെ നടക്കുന്ന വ്യക്തികൾക്ക് ട്രാൻസിന് കിട്ടൂല. കാരണം എല്ലാ ട്രാൻസിനും ഓരോ പാർട്ട്നേഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ ഒന്നിലധികം പേരിങ്ങനെ ട്രാൻസിന് വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ ട്രാൻസിന് കിട്ടാനുണ്ടാവില്ല, അത് കുറവായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഏത് ട്രാൻസ് ആണെങ്കിലും കുഴപ്പമില്ല, പെണ്ണല്ലാതിരിക്കണം അല്ലെങ്കിൽ ആണല്ലാതിരിക്കണം. അതുപോലെ ട്രാൻസ് ആണെങ്കിൽ അവര് അതിന് വിവാഹം കഴിക്കാൻ തയ്യാറാണ്. പക്ഷെ അങ്ങനെയുള്ള തീരുമാനം വളരെ തെറ്റാണ്. നിങ്ങൾ പ്രണയിക്കുന്നത് ഒരു അട്രാക്ഷൻ ആണ്. നിങ്ങൾക്ക് പെണ്ണിനോടും താല്പര്യമില്ല, ആണിനോടും താല്പര്യമില്ല, അപ്പൊ ട്രാൻസിനെ വിവാഹം കഴിക്കാൻ പറ്റില്ല. അപ്പൊ ട്രാൻസിനോട് നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് കുറെ പേർക്ക് അങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ അതൊരു സൈക്കോ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ട്രാൻസിനെ വിവാഹം കഴിക്കുന്ന വ്യക്തികൾ, അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി പ്രണയിച്ച്, അവരറിയാതെ പ്രണയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടാണ് അവർ വിവാഹം കഴിക്കുന്നത്. ഇപ്പൊ ട്രാൻസ് വിവാഹങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കൂടെ അവരൊരിക്കലും ട്രാൻസിനെ വിവാഹം കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് പ്രണയിച്ചതായിരിക്കില്ല. ഒരു പുരുഷൻ അവരുടെ ബിഹേവിയർ കണ്ടിട്ട്, അല്ല ഒരു ട്രാൻസിന്റെ ബിഹേവിയർ കണ്ടിട്ട്, അവർ പെണ്ണായിട്ട് കണ്ടിട്ടാണ് അവർ വിവാഹം കഴിക്കുന്നത്. അപ്പൊ ഇപ്പൊ മീഡിയയിൽ കുറെ പേര് വിവാഹം കഴിക്കുന്നത് കണ്ടിട്ട് ചില വ്യക്തികൾക്ക് പെൺപിള്ളേരെക്കാളും സുന്ദരിയാണ് ട്രാൻസ്, പെൺപിള്ളേരെക്കാളും ടാലന്റ് ആണ് ട്രാൻസ്. അപ്പൊ ട്രാൻസിനോട് ഒരു സൈക്കോ അല്ലെങ്കിൽ ഒരു ഫാഷനായിട്ട് മാറിയിരിക്കാൻ ഒരു ട്രാൻസിനെ വിവാഹം കഴിക്കാം എന്നുള്ളൊരു ചിന്താഗതി വരുന്നത്. ഇപ്പൊ ഞാനൊരു പുരുഷനാണ്, ഒരു ട്രാൻസിനെ ഞാൻ ഡെയിലി കാണുന്നു, സംസാരിക്കുന്നു, അവളുടെ ബിഹേവിയർ എനിക്ക് മനസ്സിലാക്കിയിട്ട് എനിക്ക് അവളെ കെട്ടിയാൽ കൊള്ളാം എന്ന് തോന്നുന്നത് അങ്ങനെയാണ്. എല്ലാവരും ഇപ്പൊ കൂടെ പഠിച്ചവര് അല്ലെങ്കിൽ എന്നും കണ്ട് പരിചയമായി അവളെ ഇഷ്ടമായി, സാധാരണ ഒരു പെണ്ണിനോട് തോന്നുന്ന രീതിയിൽ പ്രണയം തോന്നി വിവാഹം കഴിച്ചവരാണ്. പക്ഷെ ഇങ്ങനെ പ്രൊപ്പോസൽ ചെയ്യുന്ന വ്യക്തിയോട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അവരിങ്ങനെ മീഡിയയിലൊക്കെ ഇങ്ങനെ ട്രാൻസിന് വിവാഹം കഴിക്കുന്നത്, ട്രാൻസ് സുന്ദരികളാണ്, സ്ത്രീകളെക്കാളും സുന്ദരികളാണ്. അപ്പൊ അത് കണ്ടിട്ട് അവർക്കൊരു ഫാഷൻ എന്നൊക്കെ പറയില്ലേ, സാധാരണ എല്ലാവരും മുടി പെൺപിള്ളേർ ബോയ് കെട്ടടിച്ച് നടക്കുന്നു, ആൺപിള്ളേർ മുടി വളർത്തി നടക്കുന്നു എന്നതുപോലെ ആൺപിള്ളേർ ഇപ്പോൾ ട്രാൻസിന് വിവാഹം കഴിക്കുന്നത് കൊണ്ട് ഇവരും ട്രാൻസിന് വിവാഹം കഴിക്കുന്നത് ഒരു ഫാഷൻ അല്ലെങ്കിൽ ഒരു ആഗ്രഹം എന്നൊക്കെ പറയില്ലേ, അതൊരു പ്രസക്തിയായിട്ട് കാണുകയാണ്. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ എന്നെ പ്രൊപ്പോസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. മനസ്സിലായ? ഈ ഒട്ടുമിക്ക ട്രാൻസ് വിവാഹങ്ങളും അവരറിയാതെ അവരിൽ ഉണ്ടാവുന്ന ഒരു പ്രണയത്തിലൂടെ അവർ ഒരുമിക്കുന്നതാണ്. അല്ലാതെ അവര് ചെറുപ്പകാലത്തോ അല്ലെങ്കിൽ അവര് റിസർച്ച് ചെയ്തിട്ടില്ല, ഞാനൊരു ട്രാൻസിനെ ട്രാൻസിനെ തെരഞ്ഞു പിടിച്ച് കിട്ടിയതല്ല. അവര് നോർമലി ഒരു ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കണ്ടു പരിചയമായി, അങ്ങനെ അവര് തമ്മിൽ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ട് അവർ കിട്ടിയതായിരിക്കും. അതാണ് യഥാർത്ഥ പ്രണയം. നിങ്ങള് ഇപ്പൊ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്തത് അവർക്ക് എനിക്ക് ആണിനും താല്പര്യമില്ല, പെണ്ണിനോടും താല്പര്യമില്ല, പെണ്ണിനോടാണ് അതായത് ട്രാൻസിനോടാണ് താല്പര്യം എന്ന് പറയുന്നുണ്ട്. ചിലവരിങ്ങനെ പറയും ഫീമെയിൽസിനോടാണ് താല്പര്യം, അങ്ങനെ പറയുന്നവരുണ്ട്. മുമ്പ് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, സർജറി കഴിഞ്ഞ ട്രാൻസിനെയും താല്പര്യമില്ല, സർജറി കഴിയാത്ത ട്രാൻസിനെയും താല്പര്യമില്ല, രണ്ടുമുള്ള ആളെ താല്പര്യം. അത് ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ്. അപ്പൊ ഇതൊരു ഫാഷനായിട്ടാണ് അവർ കാണുന്നത്. അപ്പോ എനിക്കത് നിങ്ങൾക്ക് ഈ ലോകത്ത് ഒരു ട്രാൻസിനെയും കിട്ടാത്ത കൊണ്ട് എന്നെ ട്രാൻസ് ആയതുകൊണ്ട് നിങ്ങൾ എന്നെ പ്രൊപ്പോസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അതായത് പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടും, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നാലോ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ ഉണ്ടാവും. അതാണ് യഥാർത്ഥ പ്രണയം. അല്ലാതെ നിങ്ങളൊരു ട്രാൻസ്ജെൻഡർ ആണ് എന്ന് തോന്നിയിട്ട് അവരെ പ്രണയിക്കാം എന്നുള്ളൊരു ഇത് ശരിയായ ഒരു പ്രണയം അല്ല, എനിക്കതാ തോന്നുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്, അപ്പൊ എന്നും ഡെയിലി കണ്ട് അല്ലെങ്കിൽ എൻ്റെ ബിഹേവിയർ മനസ്സിലാക്കി അവരത് മനസ്സിലാക്കി ഒരു പെണ്ണായിട്ട് കണ്ടിട്ട് അവര് പ്രപ്പോസൽ ചെയ്യാണ്. ട്രാൻസ് ആണ് എന്നിരുന്നാൽ കൂടെ ഒരു പെണ്ണായിട്ട് ഫീൽ ചെയ്യുന്നു, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനല്ല അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു പെൺകുട്ടിയല്ല, നോർമൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, പ്രസവിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ട്രാൻസ് ആണെന്ന് മനസ്സിലാക്കുന്നു, എന്നിരുന്നാൽ കൂടെ ഒരു പെണ്ണായിട്ട് കണ്ടിട്ട് അങ്ങനെ പ്രപ്പോസൽ ചെയ്യുന്നു. അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ട് ഒരു പ്രപ്പോസലാക്കി ആണെങ്കിൽ കൂടെ ശരി. പക്ഷെ എത്രയൊക്കെ തന്നെയാണെങ്കിലും എന്നെ എല്ലാവരും പറ്റിക്കും. എനിക്ക് പറ്റിക്കല് കൂടുതല, എന്നെ പറ്റിച്ചിട്ട് പോയവർ കൂടുതല. ഞാൻ എല്ലാവരെയും പെട്ടെന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ വീണ് പോകും. അതെനിക്ക് സിമ്പതിയാണ്. അയ്യോ അവരിങ്ങനെ കുറെ നമ്മളുടെ പുറകെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ എന്നെ അവർ പറ്റിക്കുക, കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവരിതൊന്നും ഉണ്ടാവില്ല.
അപ്പോൾ നിങ്ങളുടെ ചിന്താഗതി തെറ്റാണ്. നിങ്ങളൊരു ട്രാൻസിനെ വിവാഹം കഴിക്കണം നിങ്ങൾ ഇങ്ങനെ മീഡിയാസിലൊക്കെ കുറെ കണ്ടു, അല്ലെങ്കിൽ അതൊരു സൈക്കോ ആയിട്ടാണ് ഞാൻ കാണുന്നുള്ളൂ. ഒരു ട്രാൻസിനെ വിവാഹം കഴിക്കുന്നത് അത് വലിയൊരു മനസ്സാണ്. അത് ഞാൻ ഒരു അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്, പ്രൗഡായിട്ട് ഞാൻ കരുതുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു ട്രാൻസിനോടാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു വ്യക്തി, നിങ്ങൾ അടുത്ത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇപ്പൊ നിങ്ങൾ മീഡിയയിലൂടെ മാത്രമേ എന്നെ കാണുന്നുള്ളൂ. എന്റെ ഇപ്പൊ നിങ്ങളുടെ ആണെങ്കിൽ എനിക്ക് ഒരു സ്വഭാവം, നിങ്ങളുടെ ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ല. ഒന്നാമത് പ്രായം ചെറുതായെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഫ്യൂച്ചറിൽ എന്താന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് ഇത്രയും അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് എൻ്റെ ലൈഫിൽ വിവാഹം, ഞാനൊരു സാധാരണ സ്ത്രീ ആയിട്ട് ജനിച്ചതാണെങ്കിൽ അത് ഈസി ആയിട്ടുണ്ടാവും. എല്ലാം കൊണ്ടും ഞാൻ ലക്കിയാണ്. വിവാഹത്തിന്റെ കാര്യത്തിൽ ഞാൻ ലക്കിയല്ല. പിന്നെ എന്താ പറയാ, എനിക്കെന്ന് പറയുകയാണെങ്കിൽ സമാധാനമായി ജീവിക്കണം, ചെറിയ സാലറി, സമാധാനമായിട്ട് ജീവിക്കുന്നു. പിന്നെ എന്താ പറയാ, വീട്ടുകാരെ നോക്കണം. ഫ്യൂച്ചറിൽ ഞാൻ തനിച്ചാണ്. ഒരു കാലത്ത് ഞാൻ ആണായിട്ടുള്ള സമയത്ത് ഫ്യൂച്ചറിൽ ഞാൻ തനിച്ചായി പോകും. എനിക്കൊരു കൂട്ട് വേണം. എനിക്കൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അങ്ങനെ കഴിച്ചാൽ കൂടെ ഞാനൊരു പെണ്ണിന്റെ ഫീലിങ്സ് ആയതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പെണ്ണായിട്ട് മാറിയത്. പെണ്ണായി മാറിയ ശേഷം എനിക്ക് മനസ്സിലായി ഒരിക്കലും വിവാഹം നടക്കില്ല എന്നുള്ളത്. നമ്മൾ അന്ന് ആൺകുട്ടിയായിട്ട് ചിന്തിക്കുന്നത് ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് കുട്ടി, അതാണ് ഒരു ലൈഫ് സൈക്കിൾ. പക്ഷെ അത് നമുക്ക് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് പെണ്ണാവാൻ ചിന്തിച്ചത്. പെണ്ണായി കഴിഞ്ഞിട്ട് ഒരു പുരുഷനെ വിവാഹം കഴിച്ച് കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ വലിയൊരു റിസ്ക് ആണ്. അത് ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല. അത് ഒരുപാട് റിസ്ക് ഉള്ള കാര്യമാണ്. പിന്നെ ഇയാള് സംസാരത്തിൽ വ്യക്തമാകുന്നത് ഒരു ട്രാൻസ്ജെൻഡറിനെ വിവാഹം കഴിക്കാന്നുള്ള കാര്യം അറിയുന്നുള്ളൂ. ട്രാൻസിനെ വിവാഹം കഴിഞ്ഞ് കുട്ടി ഉണ്ടാവുന്നുള്ള ചിന്തയാണ് ഇദ്ദേഹത്തിന്. പല മീഡിയസിലും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടെ, അതായത് ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും അവരൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. ട്രാൻസിന് കുഞ്ഞുങ്ങൾ ഉണ്ടാവാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്നല്ല പറയുന്നത്. അതായത് എന്താ പറയാ, അത് അങ്ങനെയുള്ള സർജറീസും കണ്ടുപിടുത്തങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. എൻ്റെ അറിവിൽ ഒരു ട്രാൻസിന് ഒരിക്കലും പ്രസവിക്കാൻ സാധിക്കില്ല. ഈ കുഞ്ഞുങ്ങളെ അഡോപ്ഷൻ ചെയ്യാനും അല്ലെങ്കിൽ വാടക ഗർഭപാത്രം വഴിയേ കുഞ്ഞുണ്ടാക്കാൻ പറ്റുള്ളൂ. സ്വന്തമായിട്ട് ഗർഭം ധരിക്കാനുള്ള ആ ടാലന്റ് ഇല്ല. പിന്നെ അത് നമുക്ക് സർജറീസ് ഒക്കെ അങ്ങനെ വരുന്നേ ഉള്ളൂ, കണ്ടുപിടുത്തങ്ങൾ വരുന്നേ ഉള്ളൂ. ഭാവിയിൽ ഒരു പക്ഷെ അത് സംഭവിക്കാം. പിന്നെ ഒരു ട്രാൻസ്മാനും ട്രാൻസ് വുമണോ ആണെങ്കിൽ, ഒരു ട്രാൻസ്മാൻ ഓൾറെഡി ഫീമെയിൽ ആയതുകൊണ്ട് അങ്ങനെ ഇപ്പൊ ഒരു ചരിത്രം സൃഷ്ടിച്ച ഒരു 2 വ്യക്തികളുണ്ട്. അങ്ങനെ വേണമെങ്കിൽ സംഭവിക്കും. അല്ലാതെ ഒരിക്കലും ഒരു പുരുഷനായിട്ട് ജനിച്ച സ്ത്രീ ആയിട്ട് മാറി എനിക്ക് ഒരിക്കലും പ്രസവിക്കാൻ സാധിക്കില്ല. ഞങ്ങളിത് ഗർഭപാത്രം എന്ന് പറഞ്ഞത് സർജറി ചെയ്താലും ഉണ്ടാവില്ല. അതിന് വേറെ സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇന്ത്യയിൽ അലൗഡ് അല്ല എന്നുള്ള, ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾ അതും കൂടെ മനസ്സിലാക്കണം. ഒരു ട്രാൻസിനെ വിവാഹം കഴിക്കുന്നത് റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു പുരുഷനാണ്, നല്ലൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളായി നിങ്ങൾക്ക് ഒരു ലൈഫ് സൈക്കിൾ, അത് നാട്ടുകാരിലും വീട്ടുകാരിലും നല്ലൊരു വിലയോടുകൂടി ജീവിക്കാം. ഒരു ട്രാൻസിന് നിങ്ങൾ തെരഞ്ഞു പിടിച്ച് കല്യാണം കഴിച്ച് റിസ്ക് എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെ വിവാഹം കഴിക്കുന്നത് സാഹചര്യം കൊണ്ടാണ്. ഒരു സാഹചര്യം എന്ന് പറയില്ല, ചിലപ്പോ ഒരു ട്രാൻസും ഒരു പുരുഷനും കൂടെ നല്ല പ്രണയത്തിലായി അവർക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പുരുഷൻ അത് റിസ്ക് എടുത്ത് ചെയ്യുന്നത്, അവരെ നമ്മൾ പ്രൗഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അഭിമാനിക്കുന്നു. അത് സാഹചര്യമാണ്. പക്ഷെ ഇങ്ങനെ ഒരു പുരുഷൻ ഇത് വേണ്ടാത്തൊരു പരിപാടിയാണ്. അതായത് നമുക്ക് പെൺപിള്ളേർ അവൈലബിൾ ആണ്, എന്നിട്ടും ഞാനൊരു ട്രാൻസിനെ വിവാഹം കഴിക്കാനായിട്ട് തെരഞ്ഞു പിടിച്ച് കിട്ടുന്നത് ശരിയല്ല. നിങ്ങളൊരു ട്രാൻസുമായിട്ട് അറിയാതെ ഒരു പ്രണയത്തിലായി പോയിട്ടുണ്ടെങ്കിൽ അത് വിവാഹം കഴിക്കാം. അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അല്ലാതെ നിങ്ങളൊരു പെണ്ണും ഉണ്ട്, ഒരു ട്രാൻസും ഉണ്ട്. ഏറ്റവും എളുപ്പ വഴി ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് സേഫ് ആയിട്ട് ജീവിക്കുന്നതാണ്. കാരണം ഞങ്ങൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാൻ നിൽക്കരുത്. മനസ്സിലായോ? ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ഓരോ പുരുഷനോടും പറയും, നിങ്ങളൊരു പെണ്ണിനെ വിവാഹം കഴിച്ചാൽ നിങ്ങൾക്ക് കുഞ്ഞുണ്ടായിട്ട് നല്ലൊരു ജീവിതം ഉണ്ടാവും. നമ്മളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരും വീട്ടുകാരും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യില്ല. എൻ്റെ അടുത്ത് പ്രണയത്തിൽ വന്ന് റിലേഷൻഷിപ്പിൽ ആയവരടുത്തൊക്കെ പറഞ്ഞു, അത് ഫ്രോഡുകളായതുകൊണ്ട് എല്ലാം സമ്മതിച്ചു, ഞാൻ നിന്നോളാന്നുള്ളത്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ നമ്മളെ വിവാഹം കഴിച്ചാൽ നീ നാട്ടുകാരും വീട്ടുകാരും ഒറ്റപ്പെടുത്തും, പബ്ലിക് ചിലപ്പോൾ നമ്മളടുത്ത് എങ്ങനെ. ഞാനൊരു പെണ്ണായി വരുമ്പോൾ നമ്മൾ പബ്ലിക്കിൽ എന്തൊക്കെ ഇൻസൾട്ടിങ് അനുഭവിച്ചു അതെല്ലാം നമ്മളുടെ കൂടെ വരുന്ന പാർട്ട്ണറിനും അനുഭവിക്കേണ്ടി വരും. ഭാവിയിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ കുഞ്ഞിനെ അഡോപ്ഷൻ ചെയ്യുമ്പോൾ അതിനും കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. അത് നമുക്ക് പോസിബിൾ ആവുമെന്ന് അറിയില്ല. അഡോപ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്വത്തുക്കൾ വേണം. വാടക ഗർഭപാത്രം വഴി നമുക്കൊരു കുഞ്ഞിനെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാശുകൾ വേണം.
അപ്പോൾ ഇത്രയും ഇപ്പം നമ്മളൊരു ട്രാൻസ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് സർജറീസും ഹോർമോൺസും ട്രീറ്റ്മെന്റും ഒക്കെ ഒരുപാട് ചിലവുകളാണ്. ഞാൻ പിന്നെ ചിലവ് ചുരുക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതെല്ലാം ഒരു പുരുഷന് താങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു റിസ്ക് ആണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി വരുന്ന അങ്ങനെ ഒരുപാട് കപ്പിൾസ് ഉണ്ട്. ആ പുരുഷന്മാരൊക്കെ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു, ഒരുപാട് പ്രൗഡ് ചെയ്യുന്നു. കാരണം അവർ ആ ഒരു ട്രാൻസിന് ജീവിതം കൊടുക്കുന്നത് വലിയൊരു മനസ്സുള്ളത് കൊണ്ടാണ്. അവരെന്ന് പറയുമ്പോൾ അവര് ഈ ഒരു ട്രാൻസുമായിട്ട് ഇടപെടുന്ന സമയത്ത് അവരറിയാതെ പ്രണയത്തിലായി പോയിട്ട് അവര് വിവാഹത്തിലാവുന്നതാണ്. അതാണ് യഥാർത്ഥ പ്രണയം. ഇതിപ്പോ ഒരു പുരുഷൻ എവിടെ നോക്കിയാലും പെൺപിള്ളേരെ കിട്ടുമായിരിക്കാം. ആൺപിള്ളേർക്ക് പൊതുവെ പെണ്ണ് കിട്ടില്ല, അത് പൊതുവെ ഒരു ഇതാണ്. എന്നിരുന്നാൽ കൂടെ നമ്മളെ പെണ്ണ് ആലോചിച്ച് ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടാം. പക്ഷെ ഇവര് ചിന്തിക്കുന്നത് എനിക്ക് ട്രാൻസിനോട് താല്പര്യമാണ്, അപ്പൊ ട്രാൻസിനെ വിവാഹം കഴിക്കുന്നതാണ്. പിന്നെ ഞാൻ തെറ്റു പറയുന്നില്ല. ഇപ്പോ ഗേ, ബൈസെക്ഷൽ, ട്രാൻസ് എന്ന് പറയുന്ന പോലെ ചില പുരുഷന്മാർക്ക് ഈ ഒരു പറഞ്ഞ പോലെ ട്രാൻസിനെയോ ഫീമെയിൽസിനെയോ അല്ലെങ്കിൽ ഫെമിനിൻ ബോയ്സിനെയോ കൂടെ ഒക്കെ താല്പര്യം കാണുള്ളൂ. പെണ്ണിനെ വിവാഹം കഴിക്കാൻ താല്പര്യം കാണില്ല. അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ ട്രാൻസിനെ കെട്ടാനായിരിക്കും താല്പര്യം കാണുക. അത് ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ്. നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കുക. ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നിങ്ങളുടെ ലൈഫിന് സേഫ്. അല്ല, നിങ്ങൾക്ക് അത് എത്രത്തോളം ചിന്തിച്ചിട്ടും എനിക്കത് സാറ്റിസ്ഫൈഡ് അല്ല, എനിക്കൊരു ട്രാൻസിനെ തന്നെ വിവാഹം കഴിക്കണം എന്നുള്ള മൈൻഡ് ആണെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുക. അതായത് ഒരു ട്രാൻസിനെ തെരഞ്ഞു പിടിച്ചു പോയിട്ട് ഇവർ ട്രാൻസിന്റെ നമ്പർ കിട്ടിയതും അത് കൊണ്ടുപോയിട്ട് പ്രപ്പോസൽ ചെയ്യരുത്. അല്ലെങ്കിൽ ഒരു ട്രാൻസിന്റെ ഐഡി തപ്പിപ്പിടിച്ച് മെസ്സേജ് അയച്ച് അവരെ പ്രപ്പോസൽ ചെയ്യരുത്. അത് നമ്മള് എന്താ പറയാ, ഒരു പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കിട്ടാത്ത കൊണ്ടായിരിക്കാം. ഒരു ട്രാൻസിന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതും സിംഗിൾ ആയിട്ടുള്ള ഒരു ട്രാൻസിന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം. പക്ഷെ എൻ്റെ അറിവില് യാദൃശികമായിട്ടൊരു പ്രണയം ഉണ്ടാവുകയാണെങ്കിൽ അതായിരിക്കും ലൈഫിൽ ഏറ്റവും നല്ലത്. ഇപ്പൊ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ട്രാൻസ് ആണ്, അവരുമായിട്ട് ഇടപഴകി വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രണയത്തിലായെങ്കിൽ അതൊരു ഇതാണ്. കാരണം എനിക്കിതുപോലെ മുമ്പും ഫേസ്ബുക്കിലും കുറെ ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഓൾറെഡി ഒരു ട്രാൻസുമായിട്ട് റിലേഷൻഷിപ്പ് ആയിട്ട് ബ്രേക്കപ്പ് ആയിട്ട് പിന്നെ എനിക്കൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല, എനിക്ക് ട്രാൻസിനെ മതി. അതായത് അവരുടെ മൈൻഡിൽ അത് പതിഞ്ഞു. അവരിപ്പോൾ ഒരുപാട് ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ബ്രേക്കപ്പ് ആയെങ്കിലും ഒരുപാട് ഡിപ്രഷൻസ് അടിച്ചിട്ടുണ്ട്. എന്നതുപോലെ തന്നെയാണ് അദ്ദേഹത്തിനും. ഒരു ട്രാൻസുമായിട്ട് റിലേഷൻഷിപ്പിലൊക്കെ ഇരുന്നു, അപ്പോൾ ഒരു പെണ്ണുമായിട്ട് സാറ്റിസ്ഫൈഡ് ആവില്ല. പിന്നീടും ഒരു ട്രാൻസിനെ തന്നെയാണ് അദ്ദേഹം തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ആദ്യത്തെ പ്രണയം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ യാദൃശികമായിട്ട് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. ട്രാൻസിനെ കുറിച്ച് ഒരു വിവരം ഒരു അറിവും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. സർജറി ഒക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്തു അദ്ദേഹം. പിന്നീട് എന്താ പറയാ, അവര് ബ്രേക്കപ്പ് ആയിട്ട് പോയി. അതായത് ആ പെണ്ണ് ഒരു ട്രാൻസ് വുമൺ പറ്റിച്ചതാണ്. എല്ലാം കഴിഞ്ഞിട്ട് സർജറി വരെയും കൂടെ നിന്നിട്ട് പിന്നീട് പറ്റിച്ചിട്ട് പോയി നല്ലൊരാളെ കിട്ടിയപ്പോ. അപ്പോ ഇദ്ദേഹത്തിന് ആള് പോയ പോട്ടെ, പക്ഷെ അതിന്റെ ഡിപ്രഷൻ ഉണ്ട്. നല്ലൊരു ട്രാൻസിനെ വിവാഹം കഴിക്കണം എന്നുള്ള ഒരു മൈൻഡിൽ നടക്കുന്നുണ്ട്. എന്നോട് ചോദിക്കും നല്ല ട്രാൻസ് ഉണ്ടോ. ഞാനിത് എങ്ങനെ പോയി പറയും, നിങ്ങൾക്ക് പ്രണയിക്കാൻ ഒരു പെണ്ണ് നല്ലതുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ച് നടക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ഒന്നാമത് പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. അത് ശരിയായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല. നമ്മൾ സ്വയം കണ്ട് സംസാരിച്ച് ഇഷ്ടപ്പെടുന്നതും വ്യത്യാസമുണ്ട്. അപ്പൊ അയാളുടെ ലൈഫിൽ അങ്ങനെ ഒരു ട്രാൻസ് വുമൺ വന്നു, പക്ഷെ ഇനി ഒരിക്കലും അതുപോലെ ഒരു അയാദൃശികമായിട്ടൊരു ട്രാൻസുമായിട്ട് പ്രണയത്തിലാവുന്നില്ല. അവരുടെ മൈൻഡിൽ ഇപ്പൊ ഒരു ട്രാൻസിനെ കണ്ടാൽ പ്രണയിക്കാന്നുള്ള രീതിയില്ല. പക്ഷെ ആ ഒരു പ്രണയം ശരിയായ ഒരു പ്രണയം ആവില്ല. അപ്പൊ എനിക്കൊരു പുരുഷനുമായിട്ട് പ്രണയം ബ്രേക്കപ്പ് ആയി. അപ്പൊ ഞാൻ സിംഗിൾ ആയിട്ടുള്ള ഒരു പുരുഷനെ ഞാൻ പ്രണയിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിൽ എൻ്റെ മൂന്നാമത്തെ ഒരു പ്രണയമുണ്ട്. ഗോപിനാഥ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അയാളെ എനിക്ക് ഒരുപാട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതേപോലെ താടി, മീശ, മൂക്കിന്റെ ഷേപ്പ്, കണ്ണിന്റെ ഷേപ്പ്, ഗ്ലാസ് ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അവരോട് ഇഷ്ടമാണ്. അവനൊരു വ്യക്തി ഉണ്ട്, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. ഞാൻ അയാളത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഗോപിനാഥിനെ പോലെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോടൊരു ഇഷ്ടം. ഫ്രണ്ട്സ് ആണ് കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിച്ചിരിക്കാനും അല്ലെങ്കിൽ അവരുടെ കൂടെ കറങ്ങാൻ പോകാനൊക്കെ ഇഷ്ടമാണ്. അയാളടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഫുൾ അതേപോലെ തന്നെ ഉണ്ടാവും. പക്ഷെ രണ്ടും രണ്ട് വ്യക്തികളാണ്. ഒരു ചെറിയൊരു ചായ എന്ന് പറയില്ല അങ്ങനെ. അപ്പോ ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതുപോലെ റീൽസ് കാണുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു വിനു ശീതൾ, അദ്ദേഹം എൻ്റെ ലവറെ പോലെ ഉണ്ട്, അവരുടെയും കാണും. അപ്പൊ എൻ്റെ മനസ്സിൽ നാലാമത്തെ പ്രണയം ഫ്രോഡാ. മൂന്നാമത്തെ ആ പ്രണയത്തിലുള്ള ആ വ്യക്തി ഗോപിനാഥ്, അദ്ദേഹത്തിന് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്.
എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്ന ആഗ്രഹമുണ്ട്. മനസ്സിൽ നിന്ന് മായാത്ത ഒരു ഇതല്ലേ എന്ന് പറയാം. ഞാൻ അദ്ദേഹത്തെ ഒരു തവണയെ കണ്ടിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. അതാണ് എൻ്റെ ഒരു നഷ്ടപ്രണയം. അയാളുടെ വീട് അറിയാം, അയാളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം, പക്ഷെ കോണ്ടാക്ട് ചെയ്യുന്നതോറും അകന്ന് പോവുകയാണ് ചെയ്യാറ്. അപ്പൊ അദ്ദേഹത്തെ ഒന്ന് കാണണം, സംസാരിക്കണം, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ എൻ്റെ മരണം വരെയും അത് സംഭവിക്കുന്ന തോന്നുന്നില്ല. കാരണം അവരുടെ നാട്ടുകാർ സപ്പോർട്ടില്ല, അവരുടെ വീട് അറിയാം. അപ്പൊ ഞാൻ അവരുടെ വീട്ടിൽ പോയ വലിയ പ്രശ്നങ്ങളാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ കാരണം അദ്ദേഹത്തിന്റെ ലൈഫ് സ്പോയിൽ ആക്കണ്ടല്ലോ എന്ന് കരുതുന്നു. അയാളിപ്പോ കമ്മിറ്റഡ് ആണോന്ന് അറിയില്ല. ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ ബ്രേക്കപ്പ് ആയിട്ട്. പക്ഷെ ഒരു രണ്ട് മൂന്ന് കൊല്ലത്തേക്ക് കല്യാണം കഴിക്കില്ല എന്ന് കരുതുന്നു. അയാൾക്ക് സർജറി കഴിഞ്ഞ് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ കല്യാണം കഴിക്കായിരിക്കും. എന്നിരുന്നാലും കുഴപ്പമില്ല, എന്നോടൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും അദ്ദേഹത്തിന് മറക്കാൻ പറ്റില്ല. എൻ്റേത് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമാണ്. അതായത് അയാളെ സംസാരിച്ചാൽ മതി, കല്യാണം കഴിക്കണമെന്നോ കൂടെ കൊണ്ടു നടക്കണമെന്നോ ഇല്ല. ആഗ്രഹിച്ചിരുന്നു ഒരു കാലത്ത്. പക്ഷെ അവരുടെ ഒരു വാക്കുകൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് മതി എനിക്ക് ജീവിതകാലം ജീവിക്കാനായിട്ട്. അത്രയും ആത്മാർത്ഥമാണ്. പക്ഷെ എൻ്റെ അതേ ഒരു ആത്മാർത്ഥത ആ ഒരു ഭാഗത്ത് നിന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ എൻ്റെ അത്ര ഇല്ലാന്ന് ഞാൻ കരുതുന്നു. പിന്നീട് ഈ ഒരു കോണ്ടാക്ട് ചെയ്യാതെ ആവുമ്പോൾ ഒരുപക്ഷെ വീട്ടുകാർ കാരണമായിരിക്കാം, ഒരുപക്ഷെ എൻ്റെ അത്രയും ആത്മാർത്ഥത ആയിരിക്കാം വീട്ടുകാർ കാരണം ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യാത്തതായിരിക്കാം എന്നും കരുതുന്നു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ലൈഫ് കിട്ടിയേനെ. പക്ഷെ ദൈവം എനിക്ക് അങ്ങനെയാണ്. അതായത് അവരുടെ കൂടെ ജീവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് വലിയ ആർഭാട ജീവിതം വേണമെന്നൊന്നുമില്ല. ഇപ്പൊ ഡെയിലി കഞ്ഞി കുടിച്ച് ജീവിച്ചാലും കുഴപ്പമില്ല, ആളുടെ കൂടെ ജീവിക്കണം. ചെറിയ വീടാണെങ്കിലും കുഴപ്പമില്ല, ആളുടെ കൂടെ ജീവിക്കണം. അങ്ങനെയാണ്. അവരുടെ ചെറിയ വീടാണ്, ഞാൻ കണ്ടതാണ്, വീടൊക്കെ കണ്ടതാ, ചെറിയ വീടാ, ആള് കൂലിപ്പണിക്കാരനാ. പക്ഷെ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൂടുതൽ അറിയില്ല. ഞാൻ ഓഫീസ് വർക്കാന്ന് അറിയാം. പക്ഷെ ഞാൻ ഡിപ്ലോമ ക്വാളിഫൈഡ് ആണ്. എൻ്റെ ക്വാളിഫിക്കേഷൻ ആൾക്കറിയാം. പക്ഷെ ഞാൻ ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. അവരുടെ വീടിനേക്കാളും അത്യാവശ്യം നല്ലൊരു ഫാമിലിയാണ്. ക്വാളിഫിക്കേഷൻ ആണെങ്കിലും സാമ്പത്തികം അല്ലെങ്കിൽ ജാതി എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞങ്ങളെ മുതിർന്ന ജാതിക്കാരാണ്. എല്ലാം കൊണ്ടും കുറച്ച് ഓക്കെ ആണ്. പക്ഷെ എന്താ പറയുക, പിന്നെ അദ്ദേഹം എൻ്റെ ലൈഫിൽ ഉണ്ടെങ്കിൽ എനിക്ക് ആളെന്നെ നോക്കിയില്ലെങ്കിൽ എനിക്ക് അയാളെ നോക്കാൻ പറ്റും. കാരണം നമ്മളുടെ കൂടെ ഒരാളെ സപ്പോർട്ടർ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ യൂട്യൂബ് വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനോ നിൽക്കില്ല. ഞാൻ നല്ല എൻ്റെ പഴയ അല്ലെങ്കിൽ സിനിമയിലാണെങ്കിൽ സിനിമ, അല്ലെങ്കിൽ വല്ല ബൊട്ടിക്ക് ഇടാനാണെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ്. ഇപ്പം ആർക്കും വേണ്ടി ജീവിക്കുന്നതുകൊണ്ട് ഞാനൊന്നും മെനക്കെടുന്നില്ല. അയാൾ എൻ്റെ ലൈഫിലുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു പണക്കാരിയായിട്ട് ജീവിക്കും. കാരണം അയാൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാശ് ഉണ്ടാക്കും. എനിക്ക് അത്രയും കോൺഫിഡൻ്റ് ആണ്. വല്ല തയ്യൽ ക്ലാസ്സോ അല്ലെങ്കിൽ ബൊട്ടിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടും. കാരണം നമുക്കൊരു സന്തോഷമാണല്ലോ ഒരു പ്രണയം എന്ന് പറയുമ്പോൾ. നമുക്കിപ്പോൾ സന്തോഷം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ സാലറി, ചെറിയ ജോലി മതി, വേണോ വേണ്ടോ എന്നുള്ള ജീവിതം. കാരണം ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞു ജീവൻ നിലനിർത്തി കൊണ്ടുപോകും, ജീവൻ നിലനിർത്തി പോകണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു ആഗ്രഹമാണല്ലോ. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നല്ലൊരു ലൈഫ് ജീവിക്കണം, എല്ലാവരും പോലെ ഒരു കുടുംബിനിയായിട്ട് ഒരു അമ്മയായിട്ട് ജീവിക്കണം. അതും ഗോപിനാഥ് ആണെങ്കിൽ കുറച്ച് നല്ലതാണ് എന്ന് ചിന്തിക്കുന്നു. പക്ഷെ ഇതെല്ലാം നമ്മളുടെ സ്വപ്നത്തിലുള്ള ഒരു ലൈഫാണ്. പക്ഷെ അതൊരിക്കലും ഈ ജന്മത്തിൽ നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. ആ നഷ്ടപ്രണയം അല്ലെങ്കിൽ ഗോപിനാഥിൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷെ അതൊരിക്കലും നടക്കില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരിക്കലും നടക്കില്ല. എൻ്റെ ലൈഫിലെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എല്ലാ ട്രാൻസിനും അത് തന്നെയായിരിക്കും. ഒരു വിവാഹ ജീവിതം അല്ലെങ്കിൽ ഒരു കുഞ്ഞ്. അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാകുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും കഷ്ടപ്പെട്ട് ജീവിക്കാം. പൊതുവെ അങ്ങനെയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് കഷ്ടപ്പെട്ട് പഠിക്കാം. ഇഷ്ടമല്ലാത്തതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം നിലവിൽ എനിക്ക് സിംഗിൾ ലൈഫാണ് താല്പര്യം. ഒരു പക്ഷേ ഗോപിനാഥ് തിരിച്ചു വരികയാണെങ്കിൽ ഞാനത് സക്സസ് ആവും എന്ന് കരുതുന്നു. ഇപ്പോഴത്തെ ചിന്തയിൽ ഇപ്പം നിലവിൽ ഞാൻ ചിന്തിക്കുന്ന അദ്ദേഹം തിരിച്ചു വരികയാണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. അല്ലെങ്കിൽ ഞാൻ സിംഗിൾ ലൈഫായിട്ട് ജീവിക്കാമെന്നാണ്. ഒരു പക്ഷേ ഇതിലും ബെറ്റർ ആയിട്ടൊരു വ്യക്തി
എനിക്കെല്ലാം കൊണ്ടും ഓക്കെയാണ്, അല്ലെങ്കിൽ ഗോപിനാഥിനെക്കാളും ബെറ്റർ ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തുല്യമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറക്കുന്ന രീതിയിൽ ഒരു വ്യക്തി വരികയാണെങ്കിൽ ഓക്കെ. പക്ഷെ ഞാൻ അതിന് നിൽക്കില്ല. ദൈവം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രം, അല്ലാതെ ഞാനായിട്ട് ഒരിക്കലും ഒരു പ്രണയത്തിൽ പോയി വീഴാൻ നിൽക്കില്ല. ഏത് വന്നാലും ഞാൻ റിജക്റ്റ് ചെയ്യാനാണ് എൻ്റെ തീരുമാനം. പിന്നെ നമുക്ക് വിധി ഉണ്ടാവില്ല. നമ്മൾ എത്ര തന്നെ ഒഴിവാക്കിയാലും ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അതാണ് വിധി. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എനിക്കൊരു വിവാഹം നടക്കുമായിരിക്കും. അല്ലാതെ ഞാനായിട്ട് ഒരിക്കലും വിവാഹം ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല. പിന്നെ പ്രൊപ്പോസൽ ചെയ്ത വ്യക്തിയോട് എനിക്ക് ഒരു വിരോധവും ഇല്ല. നിങ്ങൾക്ക് സംസാരിക്കാം, കമന്റ് ചെയ്യാം, ചാറ്റ് ചെയ്യാം. പ്രണയം, വിവാഹം ഇത് രണ്ടും എനിക്ക് താല്പര്യമില്ല. നോർമലി ഫ്രണ്ട്സ് ആയിട്ട് സംസാരിക്കാം. അതിലുപരി ഒരു സഹോദരിയായിട്ട് കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. അതിലൊരു പ്രശ്നം ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ പ്രണയം, വിവാഹം, സെക്സ് ഇതെല്ലാം എനിക്കും ആഗ്രഹവും താല്പര്യം ഉണ്ട്. എന്ന് വെച്ചിട്ട് അതായത് നോർമലി ഇപ്പൊ നിങ്ങൾ യൂട്യൂബിൽ ആരെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ എനിക്ക് ഒരിക്കലും കമന്റ് ചെയ്യരുത്, അതായത് പ്രൊപ്പോസൽ ചെയ്യരുത്, എനിക്ക് താല്പര്യമില്ല. ഫേസ്ബുക്കിൽ എനിക്ക് പ്രൊപ്പോസൽ ചെയ്യുന്നവരോടും താല്പര്യമില്ല. ഡയറക്റ്റ് പ്രൊപ്പോസൽ വന്നാൽ പിന്നെയും നമുക്ക് നോക്കാം നല്ലതാണോ. എന്നാലും അതിനും എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഈ മീഡിയയിൽ നിങ്ങൾ കാണുന്ന വ്യക്തികളാണെങ്കിൽ എന്നെ പ്രൊപ്പോസൽ ചെയ്യരുത്, എനിക്ക് താല്പര്യമില്ല. ഫ്രണ്ട്ഷിപ്പായിട്ട് സംസാരിക്കാം, ചാറ്റ് ചെയ്യാം, സംസാരിക്കാം. പിന്നെ നിങ്ങളെ കൂടെ കറങ്ങാം, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഒരു ഫ്രണ്ട്ലി ആയിട്ട് പുറത്തു പോകുന്നു, ഫുഡ് കഴിക്കുന്നു, അല്ലെങ്കിൽ യാത്രകൾ ചെയ്യുന്നു. അതിപ്പോ ഒരു നിങ്ങളെ ട്രാൻസ് സുഹൃത്തുക്കളാണെങ്കിലും എനിക്കിഷ്ടമാണ്. ഇതിലൊരു ഫ്രണ്ട് എനിക്കുണ്ട്, മുഹമ്മദ്, ട്രാൻസ് ആണ്. അപ്പോൾ അവനുമായിട്ട് അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ഒരു പോത്തുണ്ടി ഡാമിന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ ഇങ്ങനെ ഒരു സൈക്ലിങ്ങിന്റെ പറഞ്ഞു. അപ്പൊ ഞാൻ അതിൽ കയറിയില്ല. അപ്പൊ അടുത്ത തവണ അവന്റെ കൂടെ പോവാന്നുള്ള രീതിയിൽ സംസാരിച്ചു. ട്രാൻസ് വുമൺ ആണ്, പക്ഷെ ഞാൻ ആ രീതിയിൽ വിളിക്കുന്നത്. അവനും അത് തന്നെയാണ് ഇഷ്ടം. അത് ഹൈഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ട്രാൻസായിട്ടും ഇഷ്ടമാണ്. പക്ഷെ പൊതുവെ എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സിന് സപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ട് എനിക്ക് പണി തന്നവരാണ് കൂടുതലും. പിന്നെ നിങ്ങളൊക്കെ ഇങ്ങനെ കൺവേർട്ട് ആവാത്ത വ്യക്തികളാണ്. അപ്പൊ നിങ്ങൾ എന്നെ ചതിക്കില്ല എന്ന് കരുതുന്നു. കൺവേർട്ട് ആയവരാണെങ്കിൽ അസൂയുള്ളവരും ഉണ്ടാവും, നല്ലവരും ഉണ്ട്, അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ്. അപ്പോൾ ഞാൻ ഈ കമന്റ് ഇട്ട ആളെ ഞാൻ ഒരിക്കലും തെറ്റോ കുറ്റോ ഒന്നും പറഞ്ഞിട്ടില്ല, വിഷമിക്കൊന്നും ചെയ്യരുത്. എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് പാർട്ട്ണർ കിട്ടട്ടെ. ഒരു ട്രാൻസ് വുമൺ ആണ് ആഗ്രഹമെങ്കിൽ ലക്ഷ്യം സാധിക്കട്ടെ. നിങ്ങളുടെ മനസ്സിൽ ഒരു ട്രാൻസ് വുമൺ ആണ് ഭാര്യയെങ്കിൽ എൻ്റെ മനസ്സിൽ എൻ്റെ ഗോപിനാഥാണ് ഹസ്ബൻഡായിട്ട് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അത് സാധിക്കില്ല. അതൊരു ആഗ്രഹം വെച്ചുകൊണ്ട് അങ്ങനെ പോവാം. അല്ല, അത് കുറേയൊക്കെ മറന്നു. എന്നാലും ചില സമയങ്ങളിൽ എൻ്റെ 1% എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. പിന്നെ വേറെ കാര്യങ്ങൾ എൻഗേജ്ഡ് ആയി നമുക്കൊന്നും ചിന്ത വരില്ല. ചിലപ്പോഴൊക്കെ എനിക്ക് അത് വരാറുണ്ട്, വിഷമം വരാറുണ്ട്. എങ്ങാനും അവൻ്റെ വീട്ടിലേക്ക് പോയാലോ എന്ന് ചിന്തിക്കും. പിന്നെ ഞാൻ ചിന്തിക്കും, ഞാൻ കാരണം അദ്ദേഹത്തിന് ഒരു വിഷമം വരണ്ടല്ലോ, എന്നോടുള്ള ഇഷ്ടം കുറയണ്ടല്ലോ. എന്താ സംഭവം ഇപ്പോഴും അറിയില്ല. ഒരു മെസ്സേജെങ്കിലും ആൾക്ക് അയക്കായിരുന്നു. ഫേസ്ബുക്കിൽ അയക്കാന്ന് പറഞ്ഞ് ഇതുവരെ മെസ്സേജ് അയച്ചിട്ടില്ല. ഒരു മെസ്സേജിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഒരു മെസ്സേജെങ്കിലും എനിക്ക് വേണ്ടി അയക്കാമായിരുന്നു ഞാൻ ചിന്തിക്കുന്നു. ആൾക്ക് മെസ്സേജ് അയക്കുന്നില്ല. ഫേസ്ബുക്ക് അക്കൗണ്ടിന് അത് ഡിലീറ്റഡ് ആണ്. എന്തെങ്കിലും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് എൻ്റെ പേരൊക്കെ വേഗം കിട്ടുന്നതാണ്. ഹനില എന്ന് അടിച്ചാൽ എൻ്റെ പ്രൊഫൈൽ പെട്ടെന്ന് കിട്ടും. അറിയാത്തതോ എൻ്റെ പ്രൊഫൈൽ ഒരിക്കലും മാറിയിട്ടില്ല. ആള് പുതിയ അക്കൗണ്ട് ഉണ്ടാക്കിയാൽ കൂടെ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി എന്ന് സ്വപ്നത്തിൽ ഞാൻ കാണുന്നു. നടക്കാത്തൊരു സ്വപ്നമാണ്. പക്ഷെ ഞാൻ ഒരു കാലത്ത് അവരുടെ വീട്ടിലേക്ക് പോകണം. ഇപ്പം നമ്മൾ കുട്ടികളാണല്ലോ, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പ്രായമായ ഒരു യൗവന പ്രായക്കാരെന്ന് പറയും. യുവതിയും യുവാവും കുറെ വർഷങ്ങൾ കഴിഞ്ഞ് വയസ്സാവുമ്പോൾ അവരുടെ അച്ഛനും അമ്മയൊന്നും ഉണ്ടാവില്ല. അന്ന് എനിക്ക് അയാളൊന്ന് പോയി കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ അന്നും എനിക്കൊരു ടെൻഷൻ. എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഡിപ്രഷൻ എന്ന് പറയില്ലേ, അന്ന് നമ്മളെ ഏജ് ചെയ്യും, ആരും ചോദിക്കാനും പറയാനും ഇല്ല. പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ ആൾക്ക് ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇപ്പൊ ഞാൻ കാരണം അതൊരു പ്രശ്നമായി മാറും എന്നുള്ള ചിന്ത. എനിക്ക് ആളൊന്ന് മീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമാണ്. ഞാനിങ്ങനെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞൊന്നുമില്ല, എൻ്റെ ഉള്ളിലൊരു വിഷമാണത്. എനിക്ക് ആളുടെ വീട് അറിയാം, ആൾക്ക് എൻ്റെ വീട് അറിയില്ല. ഞാൻ ആളുടെ വീട് തപ്പിപ്പിടിച്ച് പോയി. അവരുടെ വീട്ടുകാർക്കൊക്കെ എന്നെ അറിയാം. പിന്നെ പോകണം ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ അവരെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല. ഞാൻ കാരണം വീണ്ടും പ്രശ്നത്തിലായാലോ എന്നുള്ളൊരു പ്രശ്നമാണ്, പേടിയുണ്ട്. എനിക്ക് നല്ല ധൈര്യമാണ്, പക്ഷെ ആൾക്ക് എന്തെങ്കിലും പ്രശ്നമായാലോ എന്നുള്ള വിഷമമാണ്.
അവരുടെ വീട്ടുകാരെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ മക്കളാണ്, പെണ്ണിനെ വിവാഹം കഴിച്ച് കുട്ടിയാക്കണമെന്നേ ആഗ്രഹിക്കുള്ളൂ. ഒരു ട്രാൻസിനെ വിവാഹം കഴിക്കാൻ അവര് കൂട്ടു നിൽക്കില്ല, അത് സത്യമാണ്. അവർക്ക് ആദ്യം അറിയില്ലായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നീട് അവർക്ക് ഞാൻ തന്നെയാണ് പറഞ്ഞത് ട്രാൻസ് ആണെന്നുള്ളത്. എന്റെ മിസ്റ്റേക്ക് ആണോന്നും അറിയില്ല, ആയിരിക്കാം. അതൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ. അപ്പോ എന്താ ഞാൻ പറഞ്ഞു വന്നത്, അതായത് എനിക്ക് വിവാഹത്തിനോട് താല്പര്യമില്ല, പ്രണയത്തിനോട് താല്പര്യമില്ല. നല്ലൊരു സുഹൃത്തായിട്ട് സഹോദരിയായിട്ട് കാണുക എല്ലാവരും. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാവരും എൻ്റെ സഹോദരി. ഞാൻ എന്തായാലും എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മെയിനായിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.